ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് ഒരു ഔഷധ ഗുണമുള്ളൊരു സസ്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ പേര് കുടങ്ങലെന്നാണ്. മുത്തിലെന്ന് ചില ഭാഗങ്ങളിലൊക്കെ പറയും. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേരെന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പോൾ ഇത് നമ്മൾ വളരെ ഗുണമുള്ള ഒരു ഔഷധ സസ്യമാണ്. ഇതിൻ്റെ വേര് മണ്ണൊക്കെ കാണും, അതൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കണം. ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് നമ്മുടെ ഒരു തലച്ചോറിൻ്റെ ഒരു ആകൃതിയായിരിക്കും. അതിനകത്തുനിന്ന് പഴുത്ത ഇലയൊക്കെ എടുത്ത് കളയണം. ഈ തലച്ചോറിൻ്റെ ആകൃതി പോലെ തന്നെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഒക്കെ വളരെ നല്ലൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാം. നമുക്ക് പച്ചയ്ക്ക് വേണമെങ്കിലും ഇത് ചവച്ചരച്ച് കഴിക്കാവുന്നതാണ്. കുഞ്ഞുങ്ങൾ അങ്ങനെ കഴിക്കാത്തത് കൊണ്ട് ഞാനിത് ഒന്നെങ്കിൽ ഇത് കുടങ്ങലപ്പം നെയ്യപ്പം പോലെ ചുട്ട് കൊടുക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ കുറുക്കി കൊടുക്കുകയോ ചെയ്യും. ഞാനിന്ന് അവർക്ക് കുറുക്കിയാണ് കൊടുത്തത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ആസ്വദിച്ച് കഴിക്കുന്നൊക്കെ ഉണ്ട്. ഇതെന്ന് പറയുമ്പം നമ്മൾ കുടങ്ങലിര കുറച്ച് ചെറുജീരകം വെച്ചിട്ട് അരച്ചിട്ട് അത് വെള്ളം ഒഴിച്ച് അരച്ചതിന് ശേഷം ആ അരച്ചതിനകത്തോട്ട് അരിക്കാതെ ആവശ്യത്തിനുള്ള അരിപ്പൊടിയും ശർക്കരപ്പാനിയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ കുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഗുണമുള്ളൊരു സാധനമാണ്. നമ്മുടെ കിഡ്നി അസുഖങ്ങൾക്കും മൂത്രാശയ അസുഖങ്ങൾക്കും എല്ലാം വളരെ നല്ലതാണ്. നമ്മുടെ നാഡീഞരമ്പുകളൊക്കെ നല്ല ഉറപ്പുള്ളതാക്കാനും നല്ല ശക്തിപ്പെടുത്താനും ഈ കുടങ്ങലിൻ്റെ ഇല സഹായിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ബ്ലഡ് ഉണ്ടാകാനും വിളർച്ചയ്ക്കും എല്ലാം നല്ലതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ടാറ്റാ.